ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് വീണ്ടും സ്വാഗതം ട്ടാ. അപ്പോൾ വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ട്ടാ ഇന്നും വന്നിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ട്ടാ. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തോളൂ ട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. ഇന്നൊരു ദിവസത്തെ ഫുഡ് ഐറ്റംസുകൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്നുള്ളതാണ് ട്ടാ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഉപ്പുമാവാണ് ട്ടോ ഇന്നത്തെ ചായക്ക്. അപ്പോൾ ഉപ്പുമാവൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ. എന്നാലും ഞാൻ എൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ കേട്ടോ. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ശേഷം ഉഴുന്നുപരിപ്പാണ് പൊട്ടിക്കുന്നത്. അതിൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നേരെ സവോള കണ്ടിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായി മൂത്ത് കഴിഞ്ഞിട്ട് വെള്ളമൊഴിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളമൊഴിച്ച് വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റവ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കട്ടൊക്കെ ഉടച്ചിട്ട് എടുത്ത സൂപ്പർ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചായ ഉണ്ടാക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു പാൽ ചായ ആണ് ഉണ്ടാക്കുന്നത്. അധികം മധുരം ഇടാതെ ഒരു ലൈറ്റ് ചായ രാവിലെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കടുപ്പത്തിലാണ് ചായ കുടിച്ചിരുന്നത്. പക്ഷെ മധുരം ഇപ്പോൾ കുറവ് കഴിക്കണ കാരണം കൊണ്ട് ചായ ഞാൻ ഒത്തിരി ഒന്ന് ലേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ചായയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ ഉച്ചക്കൽക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നിന്നിട്ടാണ്. ഉച്ചക്കൽക്ക് ഇന്ന് വെണ്ടക്കായ് സബോളയും വെച്ചിട്ടൊരു ഉപ്പേരിയും ഒരു ചക്കക്കുരും മുളകിട്ടതുമാണ് കേട്ടോ. ചക്കക്കുരും മുളകിട്ട വീഡിയോ ഒക്കെ ഞാൻ ഭയങ്കര ലാവിഷായിട്ട് വിശാലമായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നോക്കി നോക്കുമ്പോൾ ഗാലറിയിൽ സാധനമില്ല കേട്ടോ. എവിടെ പോയി നൂറ്റ് പിടുത്തമല്ല. അപ്പോൾ വെണ്ടക്കായൽക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് കായം പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം പണിയൊന്നും ഇല്ലാന്നേ. പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് വേപ്പില ഇടുക. ഈ വെണ്ടക്കായന് അതിലേക്ക് ഒരൊറ്റ തട്ട് അത്രേ ഉള്ളൂ. മൂടി വെക്കുക, ചെറിയ തീയിലിട്ടിട്ട് നന്നായി മൊരിയുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ വെണ്ടക്കായ ഉപ്പേരി. സിമ്പിളാണ്, സൂപ്പറാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുക? ചിലർ തേങ്ങ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കും. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ചക്കക്കുരു മുളകിട്ടത്. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. തക്കാളി, സവോള, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിൽക്കിട്ടിട്ട് നന്നായി നമ്മൾ മീൻകറി വെക്കണ പോലെ തന്നെ വേവിക്കുക. കറി നന്നായി വെന്ത് ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക, കടുക് പൊട്ടിക്കുക, വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില ഇടാം, ഇട്ടിട്ട് താളിക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പഴമയുടെ രുചിയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
ചക്കക്കുരു താളിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഉപ്പേരി അങ്ങോട്ട് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. മോളാണ് കേട്ടോ. അതും ഇറക്കി വെച്ച് അടുക്കളൊക്കെ വേഗം കണ്ട് തുടച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടിയും പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല മഴ പുറത്ത് ഇങ്ങനെ കനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റു ചില വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാട്ടോ. അതുവരേക്കും ബൈ. അങ്ങനെ ഇപ്പോൾ ഉമ്മ മാത്രം വോയിസ് കൊടുക്കണ്ട, ഞാനും ഉണ്ടെന്നാണ് കേട്ടോ ആ പാട്ടിൻ്റെ അർത്ഥം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.